കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇന്ന് പുലർച്ചെയാണ് കുളത്തൂപ്പുഴ സ്വദേശി ബഷീർ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റാതെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നത്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വളരെ ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ കുടുംബത്തിലെ ബഷീർ എന്ന് പറയുന്ന ആ കുടുംബത്തിലെ അയാളും ഭാര്യയും 5 മക്കളും നല്ല നേരം വെളുത്തതിന് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ ഈ കാട്ടുപോത്തിന്റെ ശല്യം കുറെ നാളുകളായിട്ടുള്ളതാണ്. വാഹനങ്ങൾക്ക് നേരെയും മനുഷ്യർക്ക് നേരെയും ഒക്കെ ധാരാളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 16 ഏക്കറിൽ 2 വർഷം മുമ്പ് ഒരു കുട്ടി കളിച്ചോണ്ടിരുന്ന കുട്ടിയാണ് കാട്ടുപോത്ത് ആക്രമിച്ച് എത്രയോ നാളതിന്റെ പഠിത്തം മുടങ്ങിയത് ആശുപത്രിവാസമായിരുന്നു. ഈ കാട്ടുപോത്തിന്റെ ശല്യം സന്ധ്യയ്ക്ക് തൊട്ട് താഴ്വശത്ത് 4 എണ്ണം ഇന്നത്തെ രാത്രി നിൽക്കുന്നത് നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയത്. അത് രാത്രി കയറി പോയിട്ട് രാവിലെ വെളുപ്പിന് ഇറങ്ങി വരുന്ന ഈ ഓഫീസിലേക്ക്. അതാണ് സംഭവം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം എന്നതാണ് പ്രശ്നം. ഏറ്റവും കാതലായ വിഷയം മനുഷ്യ ജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് ഈ രാജ്യത്ത് മാറേണ്ടത്. ഈ നിയമം മാറ്റത്തിലൂടെ അല്ലാതെ ഇതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നിയമ നിർമ്മാണം നടക്കണം. മനുഷ്യ ജീവന് വില ഉണ്ടാകുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ടാകണം. ഇപ്പം മൃഗങ്ങൾക്കുള്ള ജീവനാണ് വില കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. അതുപോലെ തന്നെ ഫെൻസിങ് നടപടികൾ, ഫെൻസിങ് ഇക്കാര്യത്തിൽ ഒരു വിജയമാണെന്ന് ഞങ്ങൾ കണക്കുകൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ആ പ്രതിഷേധത്തിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്തുള്ള കാട്ടുമൃഗ ശല്യം അല്ലെങ്കിൽ കാട്ടുപോത്തുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മരണങ്ങൾ നിരവധിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയാണ് ഈ കുളത്തൂപ്പുഴ എന്ന് പറയുന്നത്. ഈ പ്രദേശം വന അതിർത്തിയായി ചേർന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങൾ നിരവധി തവണ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ നിരവധി പേർക്ക് കാട്ടുമൃഗ ശല്യം മൂലം നിരവധി പരിക്കുകൾ ഒക്കെ ഏൽക്കുന്ന സംഭവം ഉണ്ടായി. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു കാട്ടുപോത്ത്, അത് ഒരു കുളത്തൂപ്പുഴ ടൗണിനോട് ചേർന്നുള്ള പ്രദേശം, ജംഗ്ഷനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ വെച്ചാണ് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. വനത്തിൽ നിന്നും ഈ കാട്ടുപോത്തുകൾ കൂട്ടമായി ഈ നാട്ടിലേക്ക്, ഈ വന അതിർത്തികളിലൂടെ കടന്നു വന്ന് ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് ഒരു നിത്യ സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ കാട്ടുപോത്തുകൾ ഈ സ്ഥലത്തൂടെ കടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ ഒക്കെ കടന്നു വരികയാണെങ്കിൽ അവരെയൊക്കെ ആക്രമിച്ച് മറിച്ചിടുക അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അവരുടെ ജീവനെ നഷ്ടപ്പെടുത്തുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻപും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ തുടർച്ച എന്നോണം വേണം കരുതാൻ. കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ ഈ ബഷീർ എന്ന ഒരു ചുമട്ടുതൊഴിലാളിയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ കാട്ടുപോത്തുകളുടെ ആക്രമണം ഉണ്ടായത്. ഇദ്ദേഹത്തിന് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പ്രദേശത്ത് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാതെ പ്രദേശവാസികൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ആദ്യം ഇവരുടെ ആവശ്യം DFO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇതിനൊരു ഉറപ്പ് നൽകണം. അതായത് ഇനി ഇത്തരത്തിലെ അപകടങ്ങളോ അല്ലെങ്കിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന തരത്തിലൊരു ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം. എന്തായാലും DFO ഷാജുകുമാർ സ്ഥലത്തെത്തി ഇദ്ദേഹം പ്രദേശവാസികളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരുടെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് വരണം. സ്ഥലത്തെത്തിയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണം, ഇവരുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഏതായാലും നാട്ടുകാർ എപ്പോഴും മൃതദേഹം പ്രദേശത്തു നിന്നും സ്ഥലത്തു നിന്നും മാറ്റാതെ സംഭവ സ്ഥലത്ത് തന്നെയാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്നും ഇൻഡോസ് നടപടികൾക്ക് പോലും ഈ പറയുന്ന മൃതദേഹം ഇവിടെ നിന്നും മാറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാതെ ഈ മൃതദേഹം മാറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുമ്പോൾ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കേണ്ട ചുമതല അത് വന്യമൃഗശല്യങ്ങളുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ
പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ കുളത്തൂപ്പുഴ മേഖലകളിൽ നിരവധി തവണ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ, അത് കാട്ടുപോത്തായാലും കാട്ടാനയായാലും ഒപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ഒക്കെ തന്നെ ശല്യം ഈ പ്രദേശത്ത് നിരവധി തവണ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പലരും ഇവിടെ നിന്ന് ഈ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ മാറിപ്പോകേണ്ട, അവരുടെ വീടുകളും മറ്റ് കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകേണ്ട സാഹചര്യങ്ങളിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് മുൻപും പലതവണ നേരിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവരുടെ ഒരു നിത്യജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പ്രദേശത്തിന് അല്ലെങ്കിൽ സുരക്ഷ, അവരുടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങൾ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിൽ അപകടങ്ങൾ, ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടികൾ, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ഫെൻസിംഗ് ഉണ്ട്, പക്ഷേ അതൊക്കെ തന്നെ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. കാര്യം അതിനകത്തൊക്കെ അപര്യാപ്തതകളുണ്ട്, പല പരിമിതികളുണ്ട്. ഈ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ കാട്ടുപോത്തുകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടക്കുന്നതും ജനവാസ മേഖലയിലേക്ക് എത്തി അത് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ പ്രതിഷേധം തുടരുന്നത്. ഏതായാലും അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തമായ ഒരു ഉറപ്പ് നൽകാതെ അല്ലെങ്കിൽ ഇതിന് ആവശ്യമായ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ ഉള്ളത്.